ഹായ് എവരി വൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ ഭരണഘടനയിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൊന്നായ മാർഗനിർദ്ദേശക തത്വങ്ങളെക്കുറിച്ചാണ്. ഇംഗ്ലീഷിൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, നമ്മൾ ചുരുക്കി DPSP എന്ന് പറയും. നമുക്കറിയാം, നമ്മുടെ രാജ്യം ഒരു സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് രാജ്യമാണ്. നമ്മുടെ ആമുഖത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇത്തരത്തിലുള്ള ഈ ആശയങ്ങളൊക്കെ നടപ്പിലാകണമെങ്കിൽ അതിന് കുറച്ച് കാര്യങ്ങൾ നമ്മുടെ രാജ്യത്ത് ചെയ്യേണ്ടതുണ്ട്. അതിന് ഭരണഘടനാ കർത്താക്കൾ മുന്നോട്ട് വെച്ച കുറച്ച് തത്വങ്ങളാണ്, കുറച്ച് ആശയങ്ങളാണ് ഈ മാർഗനിർദ്ദേശക തത്വങ്ങളിൽ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് തന്നെ കടക്കാം അല്ലേ? ക്ലാസ്സിലേക്ക് തന്നെ നമുക്ക് കടക്കാം. മാർഗനിർദ്ദേശക തത്വങ്ങൾ അഥവാ DPSP ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഭരണഘടനാ ഭാഗം 4 ആണ്. ആർട്ടിക്കിൾ 36 മുതൽ 51 വരെ, അനുച്ഛേദം 36 മുതൽ 51 വരെ. അതായത് നമ്മൾ പഠിച്ചു അല്ലേ, നമ്മുടെ മൂന്നാം ഭാഗത്തിൽ എന്താണ്? മൗലിക അവകാശങ്ങളാണ്. 4-ാം ഭാഗത്തിലാണ് നമ്മുടെ മാർഗനിർദ്ദേശ തത്വങ്ങൾ. നമ്മളിന്ന് പഠിക്കുന്ന DPSP 4-ാം ഭാഗത്തിലാണ്. ആർട്ടിക്കിൾ 36 മുതൽ 51 വരെ. കടമെടുത്തിരിക്കുന്നത് 1937 ഐറിഷ് ഭരണഘടനയിൽ നിന്നാണ്. അതായത് ഇന്ത്യ മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് അയർലൻഡിൻ്റെ ഐറിഷ് ഭരണഘടനയിൽ നിന്നാണ്. 1937 ഐറിഷ് ഭരണഘടനയിൽ നിന്നാണ്. എന്നാൽ നിർദ്ദേശക തത്വങ്ങൾ ആദ്യമായി ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ രാജ്യം സ്പെയിനാണ്. അതായത് നിർദ്ദേശക തത്വങ്ങൾ ആദ്യമായി ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ രാജ്യം എന്നാണ് ചോദ്യമെങ്കിൽ അത് സ്പെയിനാണ്. ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ് ചോദ്യമെങ്കിൽ അത് അയർലൻഡാണ്. ഐറിഷ് ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തിട്ടുള്ളത്. അടുത്തൊരു പ്രധാനപ്പെട്ട പോയിന്റ്, 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നിയമത്തിലെ ഇൻസ്ട്രുമെൻ്റ് ഓഫ് ഇൻസ്ട്രക്ഷനുമായി സാദൃശ്യമുള്ള ഭരണഘടനാ ഭാഗം ഏത്? അത് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന നിർദ്ദേശക തത്വങ്ങളാണ്, അല്ലെങ്കിൽ മാർഗനിർദ്ദേശ തത്വങ്ങൾ എന്നും പറയാം. നമ്മുടെ ഇംഗ്ലീഷിൽ DPSP, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, 4-ാം ഭരണഘടനാ ഭാഗത്തുള്ള നിർദ്ദേശ തത്വങ്ങൾ. നമ്മൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് നമ്മൾ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലേ. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് അതായത് ഇന്ത്യൻ ഭരണഘടന ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്ന നിയമമാണ്. ഇന്ത്യൻ ഭരണഘടന ഏറ്റവും കൂടുതൽ കടമെടുത്തിട്ടുള്ളത്, ആശയങ്ങൾ ഏറ്റവും കൂടുതൽ കടമെടുത്തിട്ടുള്ളത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നാണ്, അല്ലെ? 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ കാർബൺ കോപ്പി എന്നറിയപ്പെടുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടാണ്. 1935 വളരെ പ്രധാനപ്പെട്ടതാണ്. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ നിയമത്തിലെ ഇൻസ്ട്രുമെൻ്റ് ഓഫ് ഇൻസ്ട്രക്ഷനുമായി സാദൃശ്യമുള്ള ഭരണഘടനാ ഭാഗം ഏതെന്നാണ് ചോദ്യമെങ്കിൽ ഉത്തരം നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന നിർദ്ദേശക തത്വങ്ങളാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ നവീന സവിശേഷതകളാണ് നിർദ്ദേശക തത്വങ്ങൾ എന്ന് വിശേഷിപ്പിച്ചതാരാണ്? ഉത്തരം ഡോക്ടർ BR അംബേദ്കർ. നവീന സവിശേഷതകൾ മീൻസ് നോവൽ ഫീച്ചേഴ്സ്. ഇന്ത്യൻ ഭരണഘടനയുടെ നവീന സവിശേഷതകളാണ് നിർദ്ദേശ തത്വങ്ങൾ എന്ന് വിശേഷിപ്പിച്ചതാരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ്, നമ്മുടെ ഭരണഘടനയുടെ ശില്പി തന്നെ. നിർദ്ദേശക തത്വങ്ങളും ഇൻസ്ട്രുമെൻ്റ് ഓഫ് ഇൻസ്ട്രക്ഷനും തമ്മിൽ പ്രകടമായ വ്യത്യാസമില്ല എന്ന് അഭിപ്രായപ്പെട്ടതാരാണ്? അതും ഡോക്ടർ BR അംബേദ്കർ തന്നെയാണ്. നിർദ്ദേശക തത്വങ്ങൾ ന്യായവാദത്തിന് അർഹമല്ല. ഈ തത്വങ്ങൾ നടപ്പിലാക്കുക എന്നത് സ്റ്റേറ്റിൻ്റെ കടമ മാത്രമാണ്. ഇതേതാണ്? ആർട്ടിക്കിൾ 37 പറയുന്നത്. അതായത് ഇതൊരിക്കലും ഒരു ജസ്റ്റിസബിൾ അല്ല, ഒരു നോൺ ജസ്റ്റിസബിൾ ആണ്. നമ്മുടെ മൗലികാവകാശം ഫണ്ടമെൻ്റൽ റൈറ്റ്സ് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു അത് ജസ്റ്റിസബിൾ ആണ്, ന്യായവാദത്തിന് അർഹമാണ്. എന്നാൽ ഇതങ്ങനെ നമുക്ക് കോടതി വഴി നേടിയെടുക്കാൻ പറ്റുന്നതല്ല. ഇതൊരു കടമയാണ്. സ്റ്റേറ്റിന് വേണമെങ്കിൽ നടപ്പാക്കാം, ഇല്ലെങ്കിൽ നടപ്പാക്കാതിരിക്കാം. ഇപ്പം ഗോവധ നിരോധന നിയമം പല സംസ്ഥാനങ്ങളിലും നടപ്പാക്കുന്നുണ്ട് എന്ന് വെച്ച് കേരളത്തിലെ കോടതിയിൽ ഹർജി ഫയൽ ചെയ്യാൻ പറ്റുമോ? കേരളത്തിൽ നടപ്പാക്കണമെന്ന് പറ്റില്ല. കാരണം അതൊരു ന്യായവാദത്തിന് അർഹമല്ല. സ്റ്റേറ്റിന്, സംസ്ഥാനങ്ങൾക്ക് ഒരു അധികാരമുണ്ട്. അത് നടപ്പിലാക്കണോ വേണ്ടതെന്നുള്ളത് സംസ്ഥാനങ്ങളുടെ ഭരിക്കുന്ന ഭരണകൂടത്തിൻ്റെ താല്പര്യത്തിനനുസരിച്ചാണ് മുന്നോട്ട് പോവുക. അത് പറയുന്നത് ആർട്ടിക്കിൾ 37 പ്രകാരമാണ്. നിർദ്ദേശക തത്വങ്ങൾ ന്യായവാദത്തിന് അർഹമല്ല. ഈ തത്വങ്ങൾ നടപ്പിലാക്കുക എന്നത് സ്റ്റേറ്റിൻ്റെ കടമ മാത്രമാണെന്ന് പറയുന്നത് ആർട്ടിക്കിൾ 37 ഈ നിർദ്ദേശക തത്വങ്ങളുടെ, അതായത് നമ്മുടെ ഈ DPSPയുടെ സ്വഭാവം അനുസരിച്ച് ഇതിനെ 3ആയി തരംതിരിച്ചിട്ടുണ്ട് കേട്ടോ. അത് ഏതൊക്കെയാണ്? സോഷ്യലിസ്റ്റ്, ഗാന്ധിയൻ, സ്വതന്ത്ര ഭൗതിക തത്വങ്ങൾ എന്നിവയാണത്. സോഷ്യലിസ്റ്റ്, ഗാന്ധിയൻ, സ്വതന്ത്ര
സ്വതന്ത്ര ഭൗതിക തത്വങ്ങൾ. സ്വതന്ത്ര ഭൗതിക തത്വങ്ങളുടെ ഇംഗ്ലീഷ് ലിബറൽ ഇൻ്റലക്ച്വൽ നമ്മൾ പറയും. ലിബറൽ ഇൻ്റലക്ച്വൽ നിങ്ങൾ പഠിക്കുമ്പോൾ ഇങ്ങനെ പഠിച്ചാൽ മതി. സോഷ്യലിസ്റ്റ്, ഗാന്ധിയൻ, ലിബറൽ ഇൻ്റലക്ച്വൽ എന്നിങ്ങനെ മൂന്നായി വേർതിരിച്ചിരിക്കുന്നു. അത് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് സോഷ്യലിസ്റ്റ് തത്വങ്ങളാണ്. അതായത് സോഷ്യലിസ്റ്റ് ആശയം പ്രൊമോട്ട് ചെയ്യുന്ന, ജനാധിപത്യ സോഷ്യലിസ്റ്റ് ആശയം പ്രൊമോട്ട് ചെയ്യുന്ന സോഷ്യലിസ്റ്റ് തത്വങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. നമ്മൾ അതിൽ എത്ര എണ്ണമാണ് പഠിക്കേണ്ടത്? നമ്മൾ പ്രധാനമായിട്ടും 4 എണ്ണമാണ് നമുക്ക് പഠിക്കാനുള്ളത്. 4 എണ്ണമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഏതൊക്കെയാണ്? 39A, 42, 43A, 47. ഒന്നുകൂടി പറയുകയാണ്, 39A, 42, 43A, 47. 39A എന്താണ്? പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. തുല്യനീതി സൗജന്യ നിയമസഹായം. 39Aയിൽ പറയുന്നത് എല്ലാവർക്കും തുല്യനീതി സൗജന്യ നിയമസഹായം ഏർപ്പെടുത്തുക എന്നുള്ളതാണ് 39Aയിൽ പറയുന്നത്. 42 നീതിക്കും മാനുഷികതയ്ക്കും അനുയോജ്യമായ രീതിയിൽ തൊഴിൽ ചെയ്യാനുള്ള അവകാശം. സ്ത്രീകൾക്ക് പ്രസവാനുകൂല്യം ഇവ ഉറപ്പാക്കണം. നീതിക്കും മാനുഷികതയ്ക്കും അനുയോജ്യമായ രീതിയിൽ തൊഴിൽ ചെയ്യാനുള്ള അവകാശം. സ്ത്രീകൾക്ക് പ്രസവാനുകൂല്യം ഇവ ഉറപ്പാക്കണം. അതാണ് ആർട്ടിക്കിൾ 42 പറയുന്നത്. ഇനി ആർട്ടിക്കിൾ 43 എന്താണ് പറയുന്നത്? 43A ആണ്. 43Aയിൽ പറയുന്നത് എന്താണ്? വ്യവസായശാലകളുടെ നടത്തിപ്പിൽ തൊഴിലാളികളുടെ പ്രാതിനിധ്യം ഉണ്ടാകണം. വ്യവസായശാലകളുടെ നടത്തിപ്പിൽ തൊഴിലാളികളുടെ പ്രാതിനിധ്യം ഉണ്ടാകണം. നമ്മൾ പറഞ്ഞത് സോഷ്യലിസ്റ്റ് തത്വങ്ങളാണ്. സോഷ്യലിസം എന്ന് വെച്ചാൽ നമുക്ക് ഉദ്ദേശിക്കുന്നത് ജീവിത നിലവാരം ഉയർത്തുക, തുല്യ ജോലിക്ക് തുല്യ വേതനം, അതായത് തൊഴിലാളികളെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ആശയമല്ലേ സോഷ്യലിസം. അതുകൊണ്ട് തന്നെ 43Aയിൽ പറയുന്നത് വ്യവസായശാലകളുടെ നടത്തിപ്പിൽ തൊഴിലാളികളുടെ പ്രാതിനിധ്യം ഉണ്ടാകണം എന്നുള്ളതാണ്. ഇനി 47 പറയുന്നത് എന്താണ്? 47 സോഷ്യലിസ്റ്റ് തത്വവുമുണ്ട്, ഗാന്ധിയൻ തത്വവുമുണ്ട് കേട്ടോ. 47 നമ്മളിപ്പോൾ പറയുന്നത് സോഷ്യലിസ്റ്റ് തത്വമാണ് പറയുന്നത്. അതായത് 47 എന്താണ് പറയുന്നത്? പോഷകാഹാര നിലവാരം ഉയർത്തുകയും പൊതുജനാരോഗ്യം കുറ്റമറ്റതായി നിലനിർത്തുകയും വേണം. പോഷകാഹാര നിലവാരം ഉയർത്തുകയും പൊതുജനാരോഗ്യം കുറ്റമറ്റതായി നിലനിർത്തുകയും വേണം. അപ്പോൾ നമ്മൾ 4 ആർട്ടിക്കിളുകൾ പഠിച്ചു. 39A, 42, 43A, 47. 39A തുല്യനീതി സൗജന്യ നിയമസഹായം. 42 നീതിക്കും മാനുഷികതയ്ക്കും അനുയോജ്യമായ രീതിയിൽ തൊഴിൽ ചെയ്യാനുള്ള അവകാശം. സ്ത്രീകൾക്ക് പ്രസവാനുകൂല്യം ഇവ ഉറപ്പാക്കണം. 43A വ്യവസായശാലകളുടെ നടത്തിപ്പിൽ തൊഴിലാളികളുടെ പ്രാതിനിധ്യം ഉണ്ടാകണം. 47 പോഷകാഹാര നിലവാരം ഉയർത്തുകയും പൊതുജനാരോഗ്യം കുറ്റമറ്റതായി നിലനിർത്തുകയും വേണം. ഇനി നമ്മൾ പറയുന്നത് ഗാന്ധിയൻ തത്വങ്ങളാണ്. ഗാന്ധിയൻ തത്വങ്ങളാണ്. നമ്മൾ സോഷ്യലിസ്റ്റിൽ എത്ര എണ്ണം പഠിച്ചു? 4 എണ്ണം പഠിച്ചു. ഇവിടെ ഒരെണ്ണം അധികം പഠിക്കണം. ഇവിടെ എത്ര എണ്ണമാണ്? 5 എണ്ണമുണ്ട്. ഇവിടെ 5 ആർട്ടിക്കിളാണ് പഠിക്കേണ്ടത്. 5 അനുച്ഛേദമാണ് ഉള്ളത്. 40, 43B, 46, 47, 48. നമ്മൾ ഓരോന്നായി പറയുകയാണ്. 40 വളരെ പ്രധാനപ്പെട്ടതാണ്, പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ഗ്രാമപഞ്ചായത്തിൻ്റെ രൂപീകരണം. അതായത് ഒരു ഡീസെൻട്രലൈസേഷന് വേണ്ടിയിട്ട്, അധികാര വിഭജനത്തിന് വേണ്ടി, താഴെ തട്ടിലേക്ക് അധികാരം എത്തിക്കാൻ വേണ്ടി ഗാന്ധിജി എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗാന്ധിജിയുടെ ഒരു ആശയം കൂടിയായിരുന്നു ഇത് കേട്ടോ, ഗ്രാമപഞ്ചായത്തിൻ്റെ രൂപീകരണം എന്നൊക്കെ പറയുന്നത്. അത് പറയുന്നത് 40ലാണ്. ഗ്രാമപഞ്ചായത്തിൻ്റെ രൂപീകരണം 40ലാണ്, ആർട്ടിക്കിൾ 40ലാണ്. അടുത്ത പ്രധാനപ്പെട്ടത് 43B ആണ്, സഹകരണ സംഘങ്ങളുടെ രൂപീകരണം. സഹകരണ സംഘം ഗാന്ധിജി ഈ ഇൻഡസ്ട്രിയിൽ വ്യവസായശാലകളിൽ, വ്യവസായത്തിൽ, അല്ലെങ്കിൽ എന്താ പറയുക, ഈ ഇൻഡസ്ട്രി മേഖലയിൽ ഈ സഹകരണ സംഘങ്ങൾ, കോഓപ്പറേറ്റീവ് സൊസൈറ്റികളൊക്കെ വളർന്നു വരണം. കാരണം അതിലേക്കൂടെ അവർക്ക് ജീവിക്കാനുള്ള സാഹചര്യം അതൊക്കെ ഉണ്ടാവുമെന്ന് കണ്ടുകൊണ്ട് തന്നെ ഗാന്ധിജി അതിനെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സഹകരണ സംഘങ്ങളുടെ ഒരു രൂപീകരണം, ഈ ഇൻഡസ്ട്രി മേഖലയിൽ സഹകരണ സംഘങ്ങളുടെ ഒരു രൂപീകരണം ഉണ്ടായിരിക്കണം. 43B ആണത് പറയുന്നത്. 43B ആണ്. ഇനി 46 എന്താണ്? പട്ടികജാതി പട്ടികവർഗങ്ങളുടെ വിദ്യാഭ്യാസ സാമ്പത്തിക നിലവാരം ഉയർത്താൻ ആവശ്യമായത് ചെയ്യുക. SC ST വിഭാഗക്കാരുടെ വിദ്യാഭ്യാസ സാമ്പത്തിക നിലവാരം ഉയർത്താൻ ആവശ്യമായത് ചെയ്യുക എന്നുള്ളതാണ് 46. ഇനി 47 ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മുടെ സോഷ്യലിസ്റ്റിൽ 47 പറയുമ്പോൾ പറഞ്ഞു, ഗാന്ധിയിലും ഒരു 47 ഉണ്ടെന്നല്ലേ. ആ 47 ഇവിടെ പറയാൻ പോകുന്നത്. ലഹരി വസ്തുക്കളുടെ നിരോധനം. 48 എന്താണ്? ഗോവധ നിരോധനം. ഗോവധ നിരോധനമാണ് 48 പറയുന്നത്. അപ്പോൾ ഗാന്ധി തത്വങ്ങൾ എത്ര എണ്ണമാണ്? 5 എണ്ണമാണ്. 40, 43B, 46, 47, 48. 40 എന്താണ്? ഗ്രാമപഞ്ചായത്തിൻ്റെ രൂപീകരണം. 43B എന്താണ്? സഹകരണ സംഘത്തിൻ്റെ രൂപീകരണം. 46 എന്താണ്? പട്ടികജാതി പട്ടികവർഗങ്ങളുടെ വിദ്യാഭ്യാസ സാമ്പത്തിക നിലവാരം ഉയർത്താൻ ആവശ്യമായത് ചെയ്യുക. 47 എന്താണ്? ലഹരി വസ്തുക്കളുടെ നിരോധനം. 48 എന്താണ്? ഗോവധ നിരോധനം. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ലിബറൽ ഇൻ്റലക്ച്വൽ
തത്വങ്ങളാണ്. സ്വതന്ത്ര ബൗദ്ധിക തത്വങ്ങളെ പറ്റിയാണ്. ഇംഗ്ലീഷിൽ ലിബറൽ ഇൻ്റലക്ച്വൽ നമ്മൾ പറയും. ലിബറൽ ഇൻ്റലക്ച്വൽ പ്രിൻസിപ്പിൾസ്. ലിബറൽ ഇൻ്റലക്ച്വൽ എന്ന് തന്നെ പറഞ്ഞാൽ മതി. ഇംഗ്ലീഷ് ആയിരിക്കും കുറച്ചും കൂടി പറയാൻ എളുപ്പം. അതായത് പ്രധാനപ്പെട്ട അനുച്ഛേദങ്ങൾ ഇവിടെ നമ്മൾ എത്രണ്ണം പഠിക്കണം? നേരത്തെ നമ്മൾ ആദ്യം എത്രണ്ണം പഠിച്ചു? സോഷ്യലിസ്റ്റിന് 4 പഠിച്ചു, ഗാന്ധിയനിൽ 5 പഠിച്ചു. ഇവിടെ ഒരെണ്ണം കൂട്ടി എത്ര എണ്ണം? 6 പഠിക്കണം. അപ്പോൾ എളുപ്പമാണ്. സോഷ്യലിസ്റ്റ് 4 ഉണ്ട്, ഗാന്ധിയൻ 5 ഉണ്ട്, ലിബറൽ ഇൻ്റലക്ച്വൽ 6 ഉണ്ട്. ഓരോന്ന് വെച്ച് കൂട്ടിയാൽ മതി. 6 അനുച്ഛേദം ഇവിടെ പഠിക്കാനുണ്ട്. ഏതൊക്കെയാണ്? 44, 45, 48A, 49, 50, 51. 44 എന്താണ്? ഏകീകൃത സിവിൽ കോഡ്. ഏകീകൃത സിവിൽ കോഡ് നമുക്കറിയാമല്ലോ. ഏകീകൃത സിവിൽ കോഡ്. ഏകീകൃത സിവിൽ കോഡ് ബ്രാക്കറ്റിൽ നമ്മൾ ഗോവ എന്ന് കൊടുത്തിട്ടുണ്ട്. അത് കൊടുക്കാൻ കാരണം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് ആദ്യമായിട്ട് ഏകീകൃത സിവിൽ കോഡ് നിലവിൽ വന്നത് ഗോവയിലാണ്. പക്ഷേ അതൊരിക്കലും സ്വാതന്ത്ര്യത്തിന് ശേഷമല്ല, ബിഫോർ ഇൻഡിപെൻഡൻസ് ആണ്. എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ 1867 എങ്ങാണ്ടാണ് ഗോവയിൽ വന്നിട്ടുള്ളത്. ഇന്ത്യയിൽ അതായത് ഭരണഘടന നിർദ്ദേശ തത്വങ്ങളിൽ പറയുന്ന 44 ഏകീകൃത സിവിൽ കോഡ് ആദ്യമായി നടപ്പിലാക്കിയ സംസ്ഥാനം എന്നാണ് ചോദ്യമെങ്കിൽ അതിൻ്റെ ഉത്തരമായി വരിക ഉത്തരാഖണ്ഡാണ്. 2021 ആദ്യമായി നടപ്പിലാക്കിയത്. നമ്മൾ ബ്രാക്കറ്റിൽ ഗോവ എന്ന് കൊടുത്തത് ആദ്യമായി ഇങ്ങനെ ഒരു ആശയം ഏതെങ്കിലും സംസ്ഥാനം നടപ്പിലാക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്വാതന്ത്ര്യം എന്നുള്ള വാക്കില്ലെങ്കിൽ മുന്നേ എപ്പോഴെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ഗോവയാണ്. 1867 എൻ്റെ ഓർമ്മ. സ്വാതന്ത്ര്യത്തിന് ശേഷം പോസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് എറയിൽ നമ്മുടെ മോഡേൺ ഇന്ത്യയിൽ എപ്പോഴെങ്കിലും ഇത് സംഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ആദ്യമായി നടപ്പിലാക്കിയ സംസ്ഥാനം, അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഏകീകൃത സിവിൽ കോഡ്, ഇപ്പോൾ എല്ലാവരും പറഞ്ഞു വരുന്ന യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കിയ സംസ്ഥാനം എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരം നമ്മൾ ഉത്തരാഖണ്ഡാണ്. 2021 പിന്നെ ആർട്ടിക്കിൾ 45 പറഞ്ഞ എന്താണ്? 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സംരക്ഷണവും പ്രാഥമിക വിദ്യാഭ്യാസവും ഉറപ്പുവരുത്തുക. 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സംരക്ഷണവും പ്രാഥമിക വിദ്യാഭ്യാസവും ഉറപ്പുവരുത്തുകയാണ് 45 പറയുന്നത്. ഇനി 48A എന്താണ് പറയുന്നത്? പരിസ്ഥിതി സംരക്ഷണം സംസ്ഥാനത്തിൻ്റെ കടമ. പരിസ്ഥിതി സംരക്ഷണം സംസ്ഥാനത്തിൻ്റെ കടമ എന്നാണ് പറയുന്നത്. 48A പറയുന്നത് പരിസ്ഥിതി സംരക്ഷണം സംസ്ഥാനത്തിൻ്റെ കടമയാണ്. 49 ചരിത്ര സ്മാരകങ്ങൾ സംരക്ഷിക്കുക. പ്രധാനപ്പെട്ടാണ്. ഹിസ്റ്റോറിക്കൽ മോണുമെൻറ്റ്സ് സംരക്ഷിക്കുക. നമ്മുടെ രാജ്യത്ത് അത്യാവശ്യം കുറച്ചധികം ഹിസ്റ്റോറിക്കൽ മോണുമെൻറ്റ്സ് ഉണ്ട്, ചരിത്ര സ്മാരകങ്ങളുണ്ട്. ഇതൊക്കെ സംരക്ഷിക്കാനുള്ള ഒരു ഉത്തരവാദിത്വമുണ്ട്. 49A ആണ് ആർട്ടിക്കിൾ പറയുന്നത്. ആർട്ടിക്കിൾ 49 ചരിത്ര സ്മാരകങ്ങൾ സംരക്ഷിക്കുക. ആർട്ടിക്കിൾ 50 നീതിന്യായ വ്യവസ്ഥ കാര്യനിർവഹണ വകുപ്പിൽ നിന്ന് വേർപെടുത്തുക. സെപ്പറേറ്റ് എക്സിക്യൂട്ടീവ് ഫ്രം ജുഡീഷ്യറി, അല്ലേ? ഒരു സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ ഉണ്ടാവുക. അതായത് ജുഡീഷ്യറിയുടെ കാര്യങ്ങൾ എക്സിക്യൂട്ടീവ് ഇടപെടാതിരിക്കുക. എങ്കിൽ മാത്രമേ നമ്മുടെ ഒരു ജനാധിപത്യ രാജ്യത്തിൽ കൃത്യമായി കാര്യങ്ങൾ നടന്നു പോകുള്ളൂ, അല്ലേ? അത് ആർട്ടിക്കിൾ 50 പറയുന്നത്. നീതിന്യായ വ്യവസ്ഥ കാര്യനിർവഹണ വകുപ്പിൽ നിന്ന് വേർപെടുത്തുക. 51 അന്താരാഷ്ട്ര സമാധാനം പ്രോത്സാഹിപ്പിക്കുക. അന്താരാഷ്ട്ര ടു പ്രൊമോട്ട് ഇൻ്റർനാഷണൽ പീസ്, അല്ലേ? അന്താരാഷ്ട്ര സമാധാനം പ്രോത്സാഹിപ്പിക്കുക. ഇതൊക്കെയാണ് ആർട്ടിക്കിൾ 51 പറയുന്നത്. അപ്പോൾ നമ്മളിപ്പം സോഷ്യലിസ്റ്റ്, ഗാന്ധിയൻ, ലിബറൽ ഇൻ്റലക്ച്വൽ പ്രിൻസിപ്പിൾസിൽ വരുന്ന പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ആർട്ടിക്കിൾസ് ഏതൊക്കെയാണുള്ളത് പഠിച്ചിട്ടുണ്ട്, നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഒന്നും കൂടി നിങ്ങളത് റിവൈസ് ചെയ്തുകൊണ്ടേയിരിക്കുക, പറഞ്ഞുകൊണ്ടേയിരിക്കുക, എങ്കിൽ നിങ്ങളുടെ മൈൻഡിൽ അത് നിൽക്കും. ഇനി നമ്മൾ ഇത്രയും നേരം പറഞ്ഞ നിർദ്ദേശ തത്വങ്ങളെല്ലാം ഒന്നും തുടക്കത്തിലുണ്ടായിരുന്നില്ല. ഒരു 4ഓളം ആർട്ടിക്കിളുകൾ പിന്നീട് വന്നതാണ്, ഭേദഗതി പ്രകാരം വന്നതാണ്. അത് ഏതൊക്കെയാണ് നമ്മൾ പറയുന്നത്? ആർട്ടിക്കിൾ 39A 48A. ആർട്ടിക്കിൾ 39A 48A ഏതൊക്കെയാണ്? 39A എന്നാണ് തുല്യനീതി തുല്യവേതനം. ആർട്ടിക്കിൾ 48A പരിസ്ഥിതി സംരക്ഷണം സംസ്ഥാനത്തിൻ്റെ കടമ. ഈ 2 ആർട്ടിക്കിളും നിർദ്ദേശ തത്വങ്ങളിലേക്ക് കടന്നു വന്നത് 1976 42ാം ഭേദഗതി പ്രകാരമാണ്. നമ്മുടെ 42ാം ഭേദഗതിയാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ, ചെറു ഭരണഘടന എന്നറിയപ്പെടുന്നത്. 1976 42ാം ഭേദഗതി പ്രകാരമാണ് ആർട്ടിക്കിൾ 39A 48A നമ്മുടെ നിർദ്ദേശ തത്വങ്ങളിലേക്ക് കടന്നു വന്നത്. 1976 അല്ലേ? ആ സമയത്ത് നമ്മുടെ പ്രസിഡന്റ് ആരാണ്? ഫക്രുദ്ദീൻ അലി അഹമ്മദ്. നമ്മുടെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. ഇനി നമ്മുടെ ആർട്ടിക്കിൾ 43B ഇല്ലേ, എനിക്ക് തോന്നുന്നു നമ്മുടെ സഹകരണ സംഘങ്ങളുടെ രൂപീകരണം, അല്ലേ? ആർട്ടിക്കിൾ 43B അത് എന്നാണ് വന്നത്? 2011 97ാം ഭേദഗതി പ്രകാരമാണ് വന്നത്. 2011 97ാം ഭേദഗതി പ്രകാരമാണ് വന്നത്, അല്ലേ? 2011 97ാം ഭേദഗതി. അന്ന് ആരായിരുന്നു പ്രധാനമന്ത്രി? മൻമോഹൻ സിംഗ്. പ്രസിഡന്റ് പ്രതിഭ പാട്ടീൽ, അല്ലേ?
ഇനി നമ്മുടെ ആർട്ടിക്കിൾ 45 അല്ലേ, ആർട്ടിക്കിൾ 45, അതായത് നമ്മുടെ 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഇപ്പോൾ സൗജന്യ വിദ്യാഭ്യാസവും അതൊക്കെ ഉറപ്പുവരുത്തുന്നതാണ് ആർട്ടിക്കിൾ 45 അല്ലേ. അത് എപ്പോഴാണ് വന്നത്? 2002 86 ഭേദഗതി. 2002 86 ഭേദഗതിയിലാണ് അത് വന്നത്. 2002 86 ഭേദഗതി. അന്ന് പ്രസിഡന്റ് ആരാണ്? അന്നത്തെ പ്രസിഡന്റ് APJ അബ്ദുൽ കലാം അല്ലേ. നമ്മുടെ പ്രധാനമന്ത്രിയോ അടൽ ബിഹാരി വാജ്പേയി. ഇനി നമ്മൾ പ്രധാനമായിട്ട് പറഞ്ഞത് ഈ നിർദ്ദേശ തത്വങ്ങളുടെ വിമർശനങ്ങളും വിശേഷണങ്ങളുമാണ്. കുറച്ച് പ്രസിദ്ധരായിട്ടുള്ള കുറച്ച് വ്യക്തിത്വങ്ങൾ ഇതിനെ വിമർശനങ്ങളും വിശേഷിപ്പിച്ചിട്ടുണ്ട്. അത് പ്രധാനപ്പെട്ട കുറച്ച് ആൾക്കാർ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ നോക്കുകയാണ്. ഇന്ത്യയുടെ സാമ്പത്തിക ജനാധിപത്യ സ്വഭാവം നിലനിർത്താൻ നിർദ്ദേശ തത്വങ്ങൾ സഹായകമാണെന്ന് അഭിപ്രായപ്പെട്ടത് BR അംബേദ്കർ. ഇന്ത്യയുടെ സാമ്പത്തിക ജനാധിപത്യ സ്വഭാവം നിലനിർത്താൻ നിർദ്ദേശക തത്വങ്ങൾ സഹായകമാണെന്ന് അഭിപ്രായപ്പെട്ടത് BR അംബേദ്കർ. നിർദ്ദേശ തത്വങ്ങൾ അതേപടി നടപ്പാക്കപ്പെട്ടാൽ ഇന്ത്യ ഭൂമിയിൽ സ്വർഗമായി തീരും. MC ചാക്ല പറഞ്ഞാണ് കേട്ടോ. MC ചാക്ല പറഞ്ഞാണ് നിർദ്ദേശക തത്വങ്ങൾ അതേപടി നടപ്പാക്കപ്പെട്ടാൽ ഇന്ത്യ ഭൂമിയിലെ സ്വർഗമായി തീരുമെന്ന് പറഞ്ഞത് MC ചാക്ലയാണ്. നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയുടെ മനഃസാക്ഷി എന്ന് പറഞ്ഞത് ഗ്രാൻവില്ലെ ഓസ്റ്റിനാണ്. നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയുടെ മനഃസാക്ഷി എന്ന് പറഞ്ഞത് ഗ്രാൻവില്ലെ ഓസ്റ്റിനാണ്. നമ്മുടെ ഇന്ത്യൻ ആമുഖം ഭരണഘടനയുടെ മനസാക്ഷി എന്ന് പറഞ്ഞ ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ് അല്ലേ. നിർദ്ദേശ തത്വങ്ങൾ ഭരണഘടനയുടെ മനസാക്ഷി എന്ന് പറഞ്ഞത് ഗ്രാൻവില്ലെ ഓസ്റ്റിനാണ്. ബാങ്കിൻ്റെ സൗകര്യാനുസരണം നൽകാനാകുന്ന ഒരു ചെക്ക് എന്ന നിർദ്ദേശ തത്വങ്ങളെ വിശേഷിപ്പിച്ചതാരാണ്? KT ഷായാണ്. ആഗ്രഹങ്ങളുടെയും ലക്ഷ്യങ്ങളുടെയും ഒരു വിളംബര പത്രിക എന്ന് വിശേഷിപ്പിച്ചതാരാണ്? KC വെയറാണ്. ആഗ്രഹങ്ങളുടെയും ലക്ഷ്യങ്ങളുടെയും ഒരു വിളംബര പത്രിക എന്ന് വിശേഷിപ്പിച്ചത് KC വെയറാണ്. ഇന്ന് ജനുവരി 2 ക്യാൻസലായി പോകുന്ന നവവർഷ പ്രതിജ്ഞയെ പോലെയാണ് എന്ന് പറഞ്ഞ ആരാണ്? ഇത് ജനുവരി 26 ക്യാൻസലായി പോകുന്ന നവവർഷ പ്രതിജ്ഞയെ പോലെയാണ് എന്ന് പറഞ്ഞ ആരാണ്? നസറുദ്ദീനാണ്. മനോവികാരങ്ങളുടെ യഥാർത്ഥ ചവിട്ടുവീപ്പ എന്ന് പറഞ്ഞ ആരാണ്? TT കൃഷ്ണമാചാരിയാണ്. മനോവികാരങ്ങളുടെ യഥാർത്ഥ ചവിട്ടുവീപ്പ എന്ന് പറഞ്ഞത് TT കൃഷ്ണമാചാരിയാണ്. രൂപീകരണം മുതൽ സമ്പൂർണ്ണ മദ്യനിരോധനം നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? ഗുജറാത്താണ് കേട്ടോ. രൂപീകരണം മുതൽ സമ്പൂർണ്ണ മദ്യനിരോധനം നടപ്പിലാക്കിയ സംസ്ഥാനം ഗുജറാത്താണ്. ഗോവധ നിരോധന നിയമം നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം അതും ഗുജറാത്താണ്. നിർദ്ദേശ തത്വങ്ങളെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തുവാൻ ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? സപ്രൂവ് കമ്മിറ്റിയാണ് കേട്ടോ. നിർദ്ദേശക തത്വങ്ങളെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തുവാൻ ശുപാർശ ചെയ്ത കമ്മിറ്റി സപ്രൂവ് കമ്മിറ്റിയാണ്. നമ്മുടെ ആമുഖത്തെ ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? സൊറൻസിംഗ് കമ്മിറ്റി അല്ലേ. നമ്മുടെ നിർദ്ദേശ തത്വങ്ങളെ ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്ത കമ്മിറ്റി സപ്രൂവ് കമ്മിറ്റിയാണ്. ഇനി അടുത്തത്, നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഭരണഘടനയിലെ പട്ടികകളൊന്ന് പറഞ്ഞു പോവാണ്. നമ്മുടെ ഭരണഘടനയിലെ സ്കെഡ്യൂളുകൾ ഒന്ന് പറഞ്ഞു പോവാണ്. തുടക്കത്തിൽ 8 എണ്ണമാണ് ഉണ്ടായിരുന്നത്, നിലവിൽ 12 എണ്ണം ഉണ്ട്. തുടക്കത്തിൽ 8 എണ്ണമാണ് ഉണ്ടായത്, നിലവിൽ 12 എണ്ണം ഉണ്ട്. അതിൽ 9ാം പട്ടിക വന്നത് 1ാം ഭേദഗതി 1951 1ാം ഭേദഗതി പ്രകാരം. 10ാം പട്ടിക വന്നത് 1985 52ാം ഭേദഗതി പ്രകാരം. 11ാം പട്ടിക വന്നത് 1992 73ാം ഭേദഗതി പ്രകാരം. 12ാം പട്ടിക വന്നത് 1992 74ാം ഭേദഗതി പ്രകാരം. ഈ 9, 10, 11, 12 ഒക്കെ ഏത് പട്ടികയാണ് നമ്മൾ പറയും. നമ്മൾ പട്ടിക 1 മുതൽ തന്നെ പറയാൻ പോവുകയാണ്. പട്ടിക 1 സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും. പട്ടിക 1 സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും. പട്ടിക 2 ശമ്പളം കാലാവധി അലവൻസുകൾ. പട്ടിക 2 ശമ്പളം കാലാവധി അലവൻസുകൾ. പട്ടിക 3 സത്യപ്രതിജ്ഞയെ പറ്റി. പട്ടിക 3 ഓത്തിനെ പറ്റി, സത്യപ്രതിജ്ഞയെ പറ്റി. പട്ടിക 4 രാജ്യസഭാ സീറ്റുകളുടെ എണ്ണം. പട്ടിക 4 രാജ്യസഭാ സീറ്റുകളുടെ എണ്ണം. പട്ടിക 5 പട്ടികവർഗ പ്രദേശങ്ങളിലെ ഭരണവും നിയന്ത്രണവും. പട്ടിക 5 പട്ടികവർഗ പ്രദേശങ്ങളിലെ ഭരണവും നിയന്ത്രണങ്ങളും. പട്ടിക 6 പട്ടികവർഗ പ്രദേശങ്ങളിലെ ഭരണവും നിയന്ത്രണവും ആസാം, മേഘാലയ, ത്രിപുര, മിസോറാം എന്നീ സംസ്ഥാനങ്ങൾക്കുള്ള കാര്യങ്ങളും. അതാണ് പട്ടിക 6. പട്ടിക 7 ലിസ്റ്റുകളാണ്. നമുക്കറിയാം യൂണിയൻ ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ് ഒക്കെ ഉണ്ടല്ലേ. പട്ടിക 8 ഭാഷകൾ. പട്ടിക 8 ഭാഷകൾ. പട്ടിക 9 ഭൂപരിഷ്കരണം. പട്ടിക 9 ഭൂപരിഷ്കരണം. പട്ടിക 10 കൂറുമാറ്റ നിരോധന നിയമം. പട്ടിക 10 കൂറുമാറ്റ നിരോധന നിയമം. ആൻറ്റി ഡിഫെക്ഷൻ ലോ 1985 വന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു
നിയമമാണ്. പട്ടിക 11 എന്താണ്? പഞ്ചായത്ത് രാജ്. നമുക്കറിയാം പട്ടിക 11 പഞ്ചായത്ത് രാജ്. പട്ടിക 12 നഗരപാലിക നിയമം. പട്ടിക 12 നഗരപാലിക നിയമം. ഇതൊക്കെയാണ്. തുടക്കത്തിൽ 8 പട്ടികയായിരുന്നു, ഇപ്പോൾ 12 പട്ടികകളുണ്ട് അല്ലേ. തുടക്കത്തിൽ നമ്മുടെ ഭരണഘടനയിൽ 22 ഭാഗങ്ങളുണ്ടായിരുന്നു അല്ലേ. ഇപ്പോൾ എത്രയാണ്? ഇപ്പോൾ 25 ഭാഗങ്ങളുണ്ട് അല്ലേ. 25 ഭാഗങ്ങളുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ, നിങ്ങൾക്ക് ഈ ക്ലാസ് ഉപകാരപ്പെടുകയാണെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത്, ലൈക്ക് ചെയ്ത് സഹായിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ ഈ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാം. താങ്ക് യു.